ഹാൻഡ് ഷേക്കെന്ന് മാത്രം, നമ്മളൊരു ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മാത്രം ഒരാളെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ലെക്ചറിലുള്ള ടൈം 24 minutes ആണ്. അല്ലെങ്കിൽ സ്റ്റേജിലെത്തിയ ഒരു ഹാൻഡ് ഷേക്ക് തരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ആകെ ഒരു 15 തൊട്ട് 20 സെക്കൻഡ് വരെ കിട്ടുള്ളൂ. അതിനുള്ള അദ്ദേഹം ഏത് ടൈപ്പ് ആളാണെന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവണം. ഇത് നമ്മളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണോ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തമാശ പറയാൻ കൊള്ളുമോ, ചിലപ്പോൾ വി യൂസ് സം ഫ്ലട്ടിങ് ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ചില ചോദ്യങ്ങൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ചില എസ് ഓർ നോ പോലത്തെ ചോദ്യങ്ങൾ നമ്മളിടും. അപ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾ വാക്കുകൊണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യാം. എൻ്റെ പേര് നന്ദു. ഞാൻ ആദ്യയുടെ ഷോ കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അനന്തുൻ്റെ ഒരു ഷോ കാണാനിടയായി. അപ്പോൾ അതിൽ ആക്ച്വലി ഞാൻ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചായിരുന്നു ഒബ്സർവേഷൻ്റെ കാര്യം. അതിനോടനുബന്ധിച്ചാണ് ഇപ്പം നമ്മൾ വ്യക്തികളുടെ ഗസ്റ്റേഴ്സ് ബോഡി മൂവ്മെൻറ്റ്സ് ഇതൊക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഷോയുടെ സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ മൈൻഡ് റീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം സാമ്പിൾസ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ആ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുന്ന സാമ്പിൾസ് ഏകദേശം 100%ഓളം നിങ്ങൾ ആ കൺക്ലൂഷനിലെത്തുമ്പോൾ ഷുവർ ആവാറുണ്ടോ എന്നാണ്. നല്ല ചോദ്യം ചേട്ടാ. ഫസ്റ്റ് ഓഫ് ഓൾ, മൈൻഡ് റീഡിങ് ഈസ് എ ഫേക്ക് കോൺസെപ്റ്റ്. മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒന്നില്ല. ശ്രദ്ധിക്കണേ. അതിനോട് ഏറ്റവും കുറച്ചധികം സ്കിൽ സെറ്റുകൾ ഒരു യുണീക്കായ ചേരുവയിൽ ഉപയോഗിച്ചിട്ട് അതിനോട് ഏറ്റവും അടുത്തെത്തുന്നുള്ള തോന്നലുണ്ടാക്കാനേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ഓൾ മേക്ക് ബിലീഫ്. ഓക്കെ. ബോഡി ലാംഗ്വേജ് കൊണ്ട്, അതായത് ആളുകൾ കുറേ പേര് ചോദിക്കും നമ്മളോട് ഇതെങ്ങനെ പഠിക്കുക, എന്താ ട്രെയിനിങ്. നിങ്ങൾക്ക് ട്രിക്സ്, ഒരു മാജിക്കിൻ്റെ ഒരു നോട്ടിലുള്ള കാര്യങ്ങളാണ് ശരിക്കും തിയാട്രിക്സിന് വേണ്ടത്. പക്ഷേ റിയൽ ലൈഫിൽ ആളുകളെ പഠിക്കണം എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം വാലിഡ് ആവുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് സബ്ജക്റ്റിൻ്റെ പേര്. നിങ്ങൾക്കൊക്കെ ഞാൻ വേറൊരു പുസ്തകം പറഞ്ഞുതരാം, പീപ്പിൾ വാച്ചിങ്. ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകമാണ് പീപ്പിൾ വാച്ചിങ് പറഞ്ഞിട്ട്. ഡെസ്മണ്ട് മോറിസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഗംഭീര പുസ്തകം ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് മേടിച്ച് നിങ്ങൾക്ക് ഏത് തൊഴിലായിക്കോട്ടെ, നിങ്ങളല്ലെങ്കിൽ റിയൽ ലൈഫിലായാലും ആളുകൾ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അത് മൈൻഡ് റീഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാക്ട് തോട്ട് കിട്ടണം. അങ്ങനെ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഒരാൾ ആ തോട്ടിലേക്ക് പോകുന്നു, അവരുടെ മനോവ്യാപാരം ഏകദേശം ഏറെക്കുറെ നമുക്കതിൽ കിട്ടും. ഓക്കെ. അതിൻ്റെ കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർബലാണ് നമ്മൾ പഠിച്ചിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഒരു 22 തൊട്ട് 24% വരെ വാക്കുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് റിഹേഴ്സ് ചെയ്യാനും പറ്റും നമുക്ക്, അല്ലേ, കുറച്ചൊക്കെ കബളിപ്പിക്കാനും പറ്റും. പക്ഷേ ബോഡി പറയുന്നത്, നമ്മുടെ ശരീരഭാഷ, നമ്മുടെ കണ്ണിൻ്റെ ചലനങ്ങൾ, നമ്മളൊരു ദ പൗസ് ഇൻ ബിറ്റ്വീൻ, ഇതൊക്കെ നമുക്ക് വോളിയംസ് പറഞ്ഞു തരുന്നതാണ് ആൾക്കാരെ പറ്റിയിട്ട്. ഓക്കെ. അപ്പോൾ ഒരു കള്ളത്തരവെല്ലാം കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത് ബോഡി പറയുന്നതൊന്നും, കാരണം ഇതിൻ്റെ എക്സിസ്റ്റൻസ് നമുക്കറിയില്ല ഈ ലാംഗ്വേജിൻ്റെ, അത് പറയുന്ന ഒന്നും വാക്കുകൾ പറയുന്ന ഒന്നും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. സോ സ്റ്റേജിൽ അദ്ദേഹം അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ബോഡി ലാംഗ്വേജ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് ചില ചോദ്യങ്ങൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ചില എസ് ഓർ നോ പോലത്തെ ചോദ്യങ്ങൾ നമ്മളിടും. അപ്പം നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾ വാക്കുകൊണ്ട് ഉത്തരം പറയുന്നതിന് മുമ്പേ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് ഫ്രെയിം ചെയ്യാം. കിട്ടിയോ? പിന്നെ ഒരാൾ നടന്ന് ഇവിടെ വരുന്ന, അല്ലെങ്കിൽ സ്റ്റേജിലെത്തിയ ഒരു ഹാൻഡ് ഷേക്ക് തരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ആകെ ഒരു 15 തൊട്ട് 20 സെക്കൻഡ് വരെ കിട്ടുള്ളൂ. അതിനുള്ള അദ്ദേഹം ഏത് ടൈപ്പ് ആളാണെന്ന് ചെറുതായിട്ടെങ്കിലും മനസ്സിലാവണം. ഇത് നമ്മളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണോ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തമാശ പറയാൻ കൊള്ളുമോ, ചിലപ്പോൾ വി യൂസ് സം ഫ്ലട്ടിങ് ലാംഗ്വേജ്. അത് സാഹചര്യത്തിന് ആവശ്യമുള്ള പോലെയാണ്. അപ്പോൾ ഇതൊക്കെ പാടുണ്ടോ? ഒരു ഹസ്ബൻഡ് മുമ്പെന്ന് വൈഫിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കുണുങ്ങി വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ ചീത്ത കിട്ടും. അപ്പോൾ അത് ഇവിടെ പറ്റുമോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ ഞാൻ മുമ്പൊരു ടെഡ് ടോക്കിൽ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹാൻഡ് ഷേക്കെന്ന് മാത്രം, നമ്മളൊരു ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മാത്രം ഒരാളെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ലെക്ചറിലുള്ള ടൈം 24 minutes ആണ്. 24 മിനിറ്റോളം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നമ്മൾ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു ഹാൻഡ് ഷേക്ക് എന്ന് ആളുകൾ അനലൈസ് ചെയ്യുന്നത്. ഈവൻ അവർ നാട്ടിൻ പുറത്തുനിന്നാണോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്, അവരുടെ പ്രൊഫഷനെ പറ്റിയിട്ട് പോലും കുറേ പറയാൻ പറ്റിയേക്കും. കിട്ടുന്നോ? അതിനുള്ള ഉത്തരമായില്ലേ? ഞാൻ കുറച്ച് ക്ലിയർ ആക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ. അതായത് ഇപ്പം ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് ഒരു പെർട്ടിക്കുലർ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജസ്റ്ററുള്ള ഒരാൾ എത്രത്തോളം പേര് അങ്ങനെ അനലൈസ് ചെയ്താലാണ്
നിങ്ങൾക്ക് ഒരു പക്ഷേ അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഒരു കോർ അല്ലേ? അത് ഞാൻ വിട്ടുപോയത്. അത് മാത്രം ഞാൻ ഓർമ്മിപ്പിച്ചു. Thank you so much. ചോദ്യത്തിന്റെ കോർ അതായിരുന്നു. ഞാൻ ആ ഒടുവഴിയിലേക്ക് കൂടി വന്നപ്പോൾ അത് വിട്ടുപോയതാണ്. എൻറ്റയർ ലൈഫ് ഞാൻ ഇതല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിതിന് ഭയങ്കര ഹെൽപ്പായ ഒരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് വർഷം ഞാൻ അനിമേഷനിൽ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ. അപ്പോൾ ഒരു 1.5 വർഷം നമ്മൾ ഈ അനാട്ടമി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ പാർക്കിലും മറ്റും വന്നിവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലൊക്കെ കൊണ്ടുപോകും. പാർക്ക് സുഭാഷ് പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് വി ഹാവ് എ സ്കെച്ച്. എന്നിട്ട് നമ്മൾ ഈ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആളുകളെ വരക്കണം. ഒരുപാട് സമയമൊന്നും കിട്ടില്ല. അവർ എവിടെ ഉണ്ടാകുമ്പോൾ അവരുടെ അനാട്ടമിയാണ് വേണ്ടത്, അവരുടെ ഫേസിലെ ഡീറ്റെയിൽസ് ഒന്നുമല്ല. അപ്പോൾ ഒഫീഷ്യലി വായി നോക്കാനുള്ള ഒരു ലൈസൻസ് നമുക്ക് അന്നേ ഉണ്ടായിരുന്നു. ഇത് ഹെൽപ്പായി. കാരണം അത്രയും ആഗ്രഹിച്ച ആവശ്യം ഉണ്ടായിട്ട് നോക്കുന്നത് അല്ലേ, അത് വേറെ തന്നെ നോളജ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷെർലക് ഹോംസിൽ അഡിക്റ്റഡ് ആയ ആ ഒരു 6ാം ക്ലാസ് വെക്കേഷൻ ആ സമയം തൊട്ട് ഐ ഒബ്സർവ് പീപ്പിൾ ലൈക്ക് ക്രേസ്ലി.